ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും നമ്മുടെ നിത്യജീവിതത്തിൽ ലളിതാ സഹസ്രനാമം ജപിക്കാറുണ്ട്. ലളിതാ സഹസ്രനാമത്തോളം ശ്രേഷ്ഠമായ മറ്റൊരു ദേവീ നാമം, ദേവീ മന്ത്രം ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഒരു മനുഷ്യനെ അവനെ നിലനിർത്തുവാൻ, അവന് ഈ സമൂഹത്തിൽ അത്യാവശ്യം മാന്യമായി ജീവിക്കുവാൻ, അതായത് അവൻ ഒരിക്കലും താഴേക്ക് പോകില്ല. അവന് ജീവിക്കുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരു സംരക്ഷണ കവചം പോലെ അവന് നൽകുന്ന ശക്തിമത്തായ മന്ത്രമാണ് ലളിതാ സഹസ്രനാമം. ലളിതാ സഹസ്രനാമം നിത്യവും ജപിക്കുന്ന ഒരാളുടെ മുഖത്തിനു തന്നെ തെളിമയുണ്ടാകും. ആചാര്യന്മാർ പറയുന്നത്, നിങ്ങൾ ലളിതാ സഹസ്രനാമം നിത്യവും പാരായണം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുഖത്തിന് പ്രസാദമുണ്ടാകുമെന്നും നിങ്ങളുടെ ഓറ, നമ്മുടെ ആ ഒരു ഊർജ സ്രോതസ് അത് ഉയരുമെന്നും ഓറ തെളിയുമെന്നും നമുക്ക് എല്ലാ വിധത്തിലുള്ള രോഗങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്നും നമ്മുടെ മുഖത്തിനും ശരീരത്തിനുമൊക്കെ നല്ല സൗന്ദര്യമുണ്ടാകുമെന്നും ഒക്കെ പറയുന്നുണ്ട്. കാരണം അത്രത്തോളം ശക്തിമത്തായ ഒരു നാമമാണ് ലളിതാ സഹസ്രനാമം. ദേവിയെ 1000 നാമങ്ങൾ കൊണ്ട് നമ്മൾ അർച്ചന ചെയ്യുകയാണ്. നിത്യേന ലളിതാ സഹസ്രനാമം ജപിക്കുന്ന ഒരു വ്യക്തിക്ക് അവൻ്റെ ജീവിതത്തിൽ പരാജയം എന്ന ഒരു കാര്യം ഉണ്ടാവുകയില്ല. അഥവാ നമ്മുടെ കർമ്മദോഷം കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരമ്മയുടെ ഒരു അദൃശ്യമായ കരം നമ്മളെ എപ്പോഴും കാത്ത് സംരക്ഷിക്കും, ഒന്ന് ചേർത്ത് നിർത്തും. സാരമില്ല, പോട്ടെ, ഞാനുണ്ട് എന്ന് പറയുന്ന ആ ഒരു അമ്മ, ആ ഒരു കരം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. എത്ര വലിയ കുഴിയിൽ വീണാലും ആ കുഴിയിൽ നിന്ന് അമ്മ എഴുന്നേൽപ്പിച്ചു നടത്തും. നമുക്ക് ദോഷങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് അത് നമ്മുടെ കർമ്മഫലമാണ്. ആ കർമ്മഫലം നമുക്ക് അനുഭവിച്ചേ മതിയാകൂ. പക്ഷേ അനുഭവിക്കാൻ നമുക്കൊരു ശക്തി ഉണ്ടാകണം. അല്ലാതെ ഈ ലോകത്ത് ദുഃഖങ്ങളില്ലാത്തവരോ പ്രശ്നങ്ങളില്ലാത്തവരോ ആയ ഒരു മനുഷ്യരുമില്ല. പക്ഷേ ആ പ്രശ്നങ്ങളെ അതിജീവിക്കുവാനും ദുഃഖങ്ങളെ തരണം ചെയ്ത് മുമ്പോട്ട് പോകുവാനും ഉയർച്ചയിലേക്ക് നമുക്ക് കയറിപ്പോകുവാനും നമുക്ക് ഒരു ശക്തി ആവശ്യമാണ്, ഒരു കരം നമുക്ക് ആവശ്യമാണ്. ദുഃഖം വരുമ്പോൾ നമുക്ക് ചേർന്നിരിക്കുവാൻ, നമുക്ക് മുറുക്ക പിടിക്കുവാൻ ഒരു കരം ആവശ്യമാണ്. ആ കരമാണ് ലളിതാ സഹസ്രനാമം. ഈ ലളിതാ സഹസ്രനാമം നമുക്ക് എങ്ങനെയാണ് കിട്ടിയത് എന്ന് നിങ്ങൾക്കറിയാമോ? ആരാണ് നമുക്കിത് ഉപദേശിച്ചു തന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? ആ കാര്യമാണ് ഇന്ന് നമ്മൾ ഒന്ന് നോക്കുന്നത്. നമുക്ക് ഈ സഹസ്രനാമം, ലളിതാ സഹസ്രനാമം നമുക്ക് ലഭിച്ചത് അഗസ്ത്യ മഹർഷിയുടെ കാരുണ്യം കൊണ്ടാണ്. അദ്ദേഹം ലോകത്തിന് നന്മ ചെയ്യുന്നതിനായിട്ട് അദ്ദേഹം ഒരിക്കൽ ഒരു യാത്ര നടത്തി. അങ്ങനെ തീർത്ഥങ്ങളും ഗ്രാമങ്ങളുമൊക്കെ സഞ്ചരിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ലോക പര്യടനമാണ് നടത്തിയത്. പോയിടത്തെല്ലാം എല്ലാ ജീവികളും, അദ്ദേഹം കാണുന്ന എല്ലാ ജീവികളും അജ്ഞരാണ്, അവർ അജ്ഞതയിൽ മുങ്ങിത്താഴ്ന്നിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതോടുകൂടി അദ്ദേഹത്തിന് വളരെയധികം ദുഃഖമാണ് തോന്നിയത്. അങ്ങനെ യാത്രാമധ്യേ അദ്ദേഹം പുണ്യഭൂമിയായ കാഞ്ചി എന്ന നഗരത്തിൽ എത്തിച്ചേർന്നു. അവിടെ അവിടെ വെച്ച് അദ്ദേഹം ശിവനെയും കലിദോഷ നിവാരിണിയായ കാമാക്ഷി ദേവിയെയും ലോകരക്ഷകനായ വിഷ്ണുവിനെയും പൂജിച്ച് തപസ്സു ചെയ്തു. എവിടെ വെച്ച്? കാഞ്ചിയിൽ വെച്ച്. കാഞ്ചി എന്ന നഗരത്തിൽ വെച്ച് അഗസ്ത്യമുനി ശിവനെയും വിഷ്ണുവിനെയും കാമാക്ഷി ദേവിയെയും പൂജിച്ച് തപസ്സു ചെയ്തു. അദ്ദേഹത്തിൻ്റെ തപസ്സിൽ സന്തുഷ്ടനായ മഹാവിഷ്ണു ശംഖ്, ചക്രം, അക്ഷമാല, പുസ്തകം എന്നിവ ധരിച്ച 4 കൈകളുള്ളതും അശ്വമുഖത്തോടു കൂടിയതും തൻ്റെ പ്രഭ കൊണ്ട് സർവ്വലോകങ്ങളെയും പ്രകാശിപ്പിക്കുന്നതുമായ ഹയഗ്രീവമൂർത്തിയായി അഗസ്ത്യമുനിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ മഹാവിഷ്ണു ഏതു രൂപത്തിലാണ് പ്രത്യക്ഷപ്പെട്ടത്?
ഹയഗ്രീവമൂർത്തിയായിട്ടാണ് പ്രത്യക്ഷപ്പെട്ടത്. കുതിരയുടെ മുഖമാണ്, അശ്വമുഖമാണ് ഹയഗ്രീവ മൂർത്തിക്ക്. അങ്ങനെ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് മഹർഷി അജ്ഞാനികളായ ജീവികൾക്ക് മോചനം നൽകാനുള്ള മാർഗം എന്താണ് എന്ന് അരുളി ചെയ്യണമെന്ന് ഭഗവാൻ ഹയഗ്രീവമൂർത്തിയോട് അപേക്ഷിക്കുന്നു. ഈ അപേക്ഷ കേട്ട് സന്തുഷ്ടനായ ഭഗവാൻ ത്രിപുരാര രഹസ്യം വളരെ സംക്ഷിപ്തമായി മഹർഷിയെ ധരിപ്പിക്കുന്നു. ഇതു കേട്ട മഹർഷി ത്രിപുരാദേവിയെക്കുറിച്ച് കൂടുതൽ വിശദമായി അറിയണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. ഭഗവാൻ തൻ്റെ തന്നെ മറ്റൊരു മൂർത്തിയായ ഹയഗ്രീവ ദേവർഷിയെ അഗസ്ത്യമുനിയുടെ മുമ്പിൽ വരുത്തുന്നു. അങ്ങേക്ക് അറിയേണ്ടതെല്ലാം ഈ ദേവർഷി പറഞ്ഞു തരുമെന്ന് അനുഗ്രഹിച്ചിട്ട് ഹയഗ്രീവമൂർത്തി അന്തർധാനം ചെയ്യുന്നു. ദേവർഷി അഗസ്ത്യ മഹർഷിക്ക് ലളിതാദേവിയുടെ അവതാര കഥ, ഭണ്ഡാസുര വധം, ത്രിപുര വർണ്ണന, ദേവിയും കാമേശ്വരനുമായുള്ള വിവാഹം തുടങ്ങിയവ ഉൾക്കൊള്ളുന്ന ലളിതോപാഖ്യാനം വളരെ വിശദമായി തന്നെ പറഞ്ഞ് കേൾപ്പിക്കുന്നു. അതിനെ തുടർന്നുണ്ടായ അഗസ്ത്യ മഹർഷിയുടെ അപേക്ഷയും ആ അപേക്ഷയ്ക്ക് മറുപടിയുമായിട്ടാണ് ഹയഗ്രീവ ദേവർഷി ലളിത സഹസ്രനാമം അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ കഥയെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഹയഗ്രീവ ദേവർഷി. അതായത് ലളിതാദേവിയുടെ ചരിത്രം, അതുപോലെ തന്നെ അമ്മയുടെ അവതാരം, പട്ടാഭിഷേകം, ഭണ്ഡാസുരവധം, ഇതെല്ലാം തന്നെ വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ത്രിപുരത്തിൻ്റെ വർണ്ണന പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പലതരത്തിലുള്ള മന്ത്രങ്ങളും പൂജകളും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ശ്രീചക്രം, ശ്രീവിദ്യ, ശ്രീദേവി, ഇവരെ പറ്റിയൊക്കെ തന്നെ വളരെ വിശദമായിട്ട് ഹയഗ്രീവ ദേവർഷി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ ലളിതാ സഹസ്രനാമം മാത്രം ഉപദേശിച്ച് കൊടുത്തില്ല. അക്കാര്യം അഗസ്ത്യ മഹർഷി ഹയഗ്രീവ ദേവർഷിയോട് ചോദിക്കുന്നുണ്ട്. അല്ലയോ ദേവർഷി, അങ്ങ് എല്ലാ കാര്യങ്ങളും വിസ്തരിച്ചു തന്നെ പറഞ്ഞു, ലളിതാദേവിയുടെ എല്ലാ കഥകളും പറഞ്ഞു, മന്ത്രങ്ങളും പറഞ്ഞു. പക്ഷേ എന്തുകൊണ്ടാണ് അങ്ങ് ലളിത സഹസ്രനാമം മാത്രം എനിക്ക് പറഞ്ഞു തരാഞ്ഞത്? അത് കേൾക്കുവാനുള്ള യോഗ്യത എനിക്ക് ഇല്ലാത്തതുകൊണ്ടാണോ അങ്ങ് ഇത് പറഞ്ഞു തരാഞ്ഞത് എന്ന് അഗസ്ത്യ മഹർഷി ഹയഗ്രീവ ദേവർഷിയോട് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഹയഗ്രീവ മഹർഷി അഗസ്ത്യ മഹർഷിയോട് പറയുന്നുണ്ട്, അല്ലയോ മഹർഷി, അങ്ങ് ശ്രദ്ധിച്ചു കേൾക്കുക. ലളിതാ സഹസ്രനാമം ഞാൻ ഉപദേശിക്കാത്തത് രഹസ്യമാണ് എന്നു കരുതിയാണ്, മറ്റു കാരണം കൊണ്ടൊന്നുമല്ല. ഇപ്പോൾ ഭക്തിപൂർവം അങ്ങ് വീണ്ടും ചോദിച്ചതുകൊണ്ട് മാത്രം ഞാനത് പറയാം. അതായത് ഇവിടെ ഹയഗ്രീവ ദേവർഷി പറയുന്നത് എന്താണ്? ലളിതാ സഹസ്രനാമം ഭക്തിയുള്ളവന് മാത്രമേ ഉപദേശിച്ചു കൊടുക്കാവൂ. ഒരുവന് ഭക്തിയുണ്ടെങ്കിൽ മാത്രമേ അവൻ ജപിക്കാവൂ. എങ്കിൽ മാത്രമേ അവന് അതിൻ്റെ ഫലം ലഭിക്കുകയുള്ളൂ. ഭക്തിയില്ലാത്തവന് ഒരിക്കലും ഇത് ഉപദേശിച്ചു കൊടുക്കരുത്. ഇത് അത്രത്തോളം ശ്രേഷ്ഠമായ ഒരു മന്ത്രമാണ്, ശ്രീവിദ്യാ മന്ത്രമാണ്. അതുകൊണ്ട് ഒരാളെ നിർബന്ധിപ്പിച്ച് നമുക്കിത് ജപിപ്പിക്കാൻ പാടുള്ളതല്ല. അയാൾക്ക് ഭക്തിയില്ലെങ്കിൽ അയാളെ ഒരിക്കലും ഇതിൻ്റെ മഹാത്മ്യത്തെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കരുത്. അയാൾ ആവശ്യപ്പെടണം. എന്നിട്ട് ഇത് ജപിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിന് വേണ്ടി ജപിക്കരുത്. അങ്ങനെ ജപിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ അത് ലഭിച്ചില്ല എന്ന് കരുതി ഇത് ഉപേക്ഷിക്കരുത്. അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഒരു കാരണവശാലും ലളിതാ സഹസ്രനാമം ജപിക്കാൻ പാടില്ല. പൂർണ്ണ ഭക്തിയോടുകൂടി, പൂർണ്ണ മനസ്സോടുകൂടി, ദേവിയോട് അപാരമായ പ്രേമമുള്ളവർ, ഭക്തിയുള്ളവർ മാത്രമേ ഈ നാമം ജപിക്കുവാൻ പാടുള്ളൂ. അങ്ങനെ ജപിച്ചാൽ മാത്രമേ ഈ ജപത്തിന് ഫലമുണ്ടാവുകയുള്ളൂ.
അങ്ങനെ ജപിക്കാതെ എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി ജപിക്കാനിരുന്നു കഴിഞ്ഞാൽ അവരുടെ ജപം പൂർണ്ണമാകില്ല. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു മന്ത്രം, ഈ ഒരു നാമം പറഞ്ഞു കൊടുക്കുവാനും പാടുള്ളതല്ല. ഇവിടെ അങ്ങേക്കത് അറിയണം എന്ന് അമിതമായ ആഗ്രഹമുള്ളതുകൊണ്ടാണ് അങ്ങ് വീണ്ടും ഇത് ചോദിച്ചത്. അതുകൊണ്ട് മാത്രം ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ടാണ് പിന്നീട് ലളിതാ സഹസ്രനാമം ഹയഗ്രീവ ദേവർഷി അഗസ്ത്യ മഹർഷിക്ക് ഉപദേശിച്ച് കൊടുക്കുന്നത്. ഹയഗ്രീവ ദേവർഷി അഗസ്ത്യ മഹർഷിയോട് പറയുകയാണ്, അല്ലയോ അഗസ്ത്യ, അങ്ങ് ശ്രദ്ധിച്ചു കേൾക്കുക. സഹസ്രനാമം ഞാൻ ഉപദേശിക്കാത്തത് രഹസ്യമാണ് എന്ന് കരുതിയാണ്. ഇപ്പോൾ ഭക്തിപൂർവം വീണ്ടും അങ്ങ് ചോദിച്ചതുകൊണ്ട് ഞാനത് അങ്ങേക്ക് പറഞ്ഞു തരാം. ഭക്തനായ ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ രഹസ്യമായതുപോലും പറഞ്ഞു കൊടുക്കണം എന്നാണ് ശാസ്ത്രം. പക്ഷേ അങ്ങിത് ഭക്തിയില്ലാത്തവനും ഷഠനും ദുഷ്ടനും അവിശ്വാസിക്കും ഒരിക്കലും പറഞ്ഞു കൊടുക്കരുത്. ശ്രീമാതാവിൽ ഭക്തിയുള്ളവനും ശ്രീവിദ്യയെക്കുറിച്ച് അറിവുള്ളവനും ശുദ്ധനുമായ ഉപാസകന് ഈ നാമം അങ്ങേക്ക് പറഞ്ഞു കൊടുക്കാം. നാമങ്ങളിൽ ഏറ്റവും മുഖ്യം ലളിത സഹസ്രനാമമാണ്. പുരങ്ങളിൽ ഏറ്റവും മുഖ്യം ത്രിപുരമാണ്. അതുപോലെ തന്നെ ദേവീഭജനത്തിന് ഏറ്റവും ഉത്തമമായ ഒരു നാമം ഇതല്ലാതെ മറ്റൊന്നുമില്ല. മറ്റേതു പൂജകൾ കൊണ്ട് അർച്ചന ചെയ്താലും ചിലപ്പോൾ നമുക്ക് അതിന് ഫലം ലഭിച്ചില്ല എന്ന് വരാം. പക്ഷേ ലളിതാ സഹസ്രനാമം നിത്യവും ഒരു കർമ്മം പോലെ, ഒരു വാസന പോലെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മറ്റേതു നാമങ്ങൾ കൊണ്ടോ പൂജകൾ കൊണ്ടോ ഫലം ഉണ്ടായില്ലെങ്കിലും ഈ നാമാർച്ചന കൊണ്ട് തീർച്ചയായിട്ടും ഫലം ലഭിക്കുക തന്നെ ചെയ്യും. പക്ഷേ ഇത് ഒരു നിത്യകർമ്മം പോലെ ചെയ്യണം. അങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം ലഭിക്കുമെന്ന് പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് വീണ്ടും പറയുകയാണ്, ലളിതാദേവി വാഗ്ദേവതകളെ വിളിച്ചിട്ട് അവരോട് എൻ്റെ പ്രീതി ഉണ്ടാകണമെങ്കിൽ ഈ നാമം നിത്യവും ജപിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഹയഗ്രീവ ദേവർഷി അഗസ്ത്യ മഹർഷിക്ക് പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം പിന്നീട് അവർ തമ്മിൽ ധാരാളം സംഭാഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത ദിവസം നമുക്കൊന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് ലളിതാ സഹസ്രനാമം ഓരോരോ ശ്ലോകങ്ങളായിട്ട് പഠിച്ചു പോകാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, താല്പര്യമുണ്ട് എനിക്ക് പഠിക്കണം എന്ന് പറയുക. സാധാരണ ഭഗവത്ഗീതയുടെ ക്ലാസ്സൊക്കെ ഇടുമ്പോൾ ആരും തന്നെ അത് കാണുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് നിരന്തരം അത് ഇടണമെന്നുള്ള ഒരു ആഗ്രഹം തോന്നാത്തത്. നിങ്ങൾ ലളിതാ സഹസ്രനാമത്തിൻ്റെ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. ആഴ്ചയിലൊരിക്കലും നമുക്ക് ലളിതാ സഹസ്രനാമത്തിൻ്റെ ക്ലാസ് എടുക്കാം. വെള്ളിയാഴ്ചയോ ചൊവ്വാഴ്ചയോ ഏത് ദിവസം വേണമെന്നുള്ളത് നിങ്ങൾ പറയുക. കൂടുതൽ അഭിപ്രായം എങ്ങനെയാണോ വരുന്നത് അതനുസരിച്ചിട്ട് ഒരു ദിവസം ചൊവ്വയോ വെള്ളിയോ നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ എല്ലാ വ്യാഴാഴ്ചയും ഇനി മുതൽ ആര് കേട്ടാലും കേട്ടില്ലെങ്കിലും ഞാൻ ഭഗവത്ഗീതയുടെ ക്ലാസ് ഇടും. രാത്രി 8 മണിക്ക് എല്ലാ വ്യാഴാഴ്ചയും ഭഗവത്ഗീതയുടെ ക്ലാസ് ഉണ്ടായിരിക്കും. ഒരു 100 പേരെ കേൾക്കുന്നുള്ളെങ്കിലും ആ 100 പേർക്ക് അതിൻ്റെ ഒരു ഫലം ലഭിക്കട്ടെ. അതുകൊണ്ട് എല്ലാ വ്യാഴാഴ്ച ദിവസവും 8 മണിക്ക് ഭഗവത്ഗീതയുടെ ക്ലാസ്സും ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ഏതെങ്കിലും ഒരു ദിവസം ലളിത സഹസ്രനാമത്തിൻ്റെ ക്ലാസ്സും ഇടാമെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. എന്നും മാധവത്തിൻ്റെ കൂടെ ഉണ്ടാകണം. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.